പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനെ യു ജസ്റ്റ് പിഷു ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. ശ്വേതാ മേനോന്റെയും രമേശ് പിഷാരടിയുടെയും ഒരു വോയിസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ വോയിസ് പുറത്തു വിട്ടത് മറ്റാരുമല്ല, ശ്വേതാ മേനോൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞത് അങ്ങേറ്റം ചെറ്റത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഫോണിൽ രമേശ് പിഷാരടി കോഴിത്തരം കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് കിടന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വലിയ കോഴിത്തരമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. കാര്യം പുള്ളിയുടെ ഒരു ബേസിക് നേച്ചർ അങ്ങനെയാണ്. പുള്ളി എല്ലാവരുടെയും സംസാരിക്കുന്ന ഒരു രീതി അങ്ങനെ, ഒരു തമാശ എന്നുള്ള രീതിയിൽ പുള്ളി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞങ്ങ് പോകും. മനസ്സിലായില്ലേ? പക്ഷെ അത് റെക്കോർഡ് ചെയ്തെടുത്ത് പുറത്ത് വിടുന്നു പറയുന്നത് അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. കാര്യം ശ്വേതാ മേനോനെ സംബന്ധിച്ച് ഭയങ്കര ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ തമാശയായിട്ട് എടുക്കുന്നതാണ്. പല നിങ്ങൾ ഇൻ്റർവ്യൂസും പല ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ശ്വേതാ മേനോൻ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഡബിൾ മീനിങ് ആയിട്ടുള്ള ജോക്സോ ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ആ ഒരു രീതിയിൽ അത് എൻ്റർടൈൻ ചെയ്ത് തമാശ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുപോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് പുറത്ത് വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അമ്മ അസോസിയേഷൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇത് വേറൊരു രീതിയിലോട്ട് തിരിച്ചു വിടുവാണ്. രമേശ് പിഷാരടി ഇതിനകത്ത് ഇടപെട്ട സമയത്തെ നമ്മളെല്ലാവരും പറഞ്ഞ് പുള്ളിക്ക് ഇത് എന്തിൻ്റെ കേടാണ്. ഇപ്പം എന്തായാലും വയറ് നിറച്ച് കിട്ടിയല്ലേ. എന്തായാലും നമുക്ക് ആ വോയിസ് കേൾക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഈവനിങ് വരുമെന്ന് പറഞ്ഞു. അപ്പം രമേശ് പിഷാരടി പൊട്ടിച്ചിരിക്കുകയാണ്. രമേശ് പിഷാരടിയുടെ മനസ്സിൽ പരിപാടി എന്ന് ഉദ്ദേശിച്ചത് വേറെ പല കാര്യങ്ങളുമാണ്. അതായത് മേ ബി പുള്ളിക്കാരൻ ഒരു തമാശ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലാതെ ഇന്റൻഷനലി ശ്വേതാ മേനോന് വിട്ടത്. അതായത് ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ശ്വേതാ മേനോൻ നല്ലൊരു ഫ്രണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇന്റൻഷനിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കിയോടെ കേൾക്കാം. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. ശ്വേതാ മേനോന്റെ മൈൻഡ് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. പുള്ളിക്കാരത്തി ഒരു നല്ല മൂഡിലല്ല സംസാരിക്കുന്നത്. അത് സംസാരം കേൾക്കുമ്പോഴേ അറിയാം അത്യാവശ്യം നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പം ഈ ജോക്ക് അടിക്കേണ്ട ഒരു സമയമല്ലായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ. അതാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ രമേശ് പിഷാരടിയെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളോ കോഴിത്തരങ്ങളോ ഇങ്ങനെയുള്ള പരിപാടികളോ ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല, അല്ലേ? അത് മാത്രമല്ല, ഈ ഒരു വിഷയം പാർട്ടിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവനെയാണോ MLA ആക്കിയത്, ഇവൻ പാലക്കാടിന് തന്നെ അപമാനമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സൈഡിൽ ഞാൻ കാണിക്കുന്ന ഈ വീഡിയോയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയും രമേശ് പിഷാരടിയുടെയും ഫോട്ടോ വെച്ചിരിക്കുക. കോഴികൾ പലവിധമൊന്നും പറഞ്ഞ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളിയുടെ പേരിൽ എത്ര അലിഗേഷൻ വന്നു എന്ന്. പക്ഷേ രമേശ് പിഷാരടിയെ പറ്റിയിട്ട് ഇന്നവരെ ഒരു മനുഷ്യരും ഒന്നും കേട്ടിട്ടില്ല. ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ശ്വേതാ മേനോൻ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. കാര്യം എന്താ, ഈ അമ്മ അസോസിയേഷനുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ചില ആൾക്കാർക്ക് അത് പറയണ്ട ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇത്രയും അടുത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ കൊള്ളാം. അതായത് ആ വോയിസ് റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചത് വെറും ചെറ്റത്തരമല്ലേ? ശ്വേതാ മേനോനെ പോലുള്ള ആൾ ഇത് ചെയ്യാൻ കൊള്ളാവോ? മേ ബി വേറെ ആർക്കെങ്കിലും വിശ്വസിച്ച് കൊടുത്ത് കാണും, അവർ ഈ സാധനം ലീക്കാക്കി കാണും. എന്തോ ഇതിൻ്റെ ഇടയിൽ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന രമേശ് പിഷാരടിക്ക് ഒരു ഫാമിലി ഇല്ലേ, 2 പിള്ളേരില്ലേ? അവരുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പോരാത്തതിന് പുള്ളി ഇപ്പോൾ MLA സ്ഥാനത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു ഐ വാണ്ട്
you people to give me the. സാലറി കിട്ടും, എല്ലാം ശരിയാവും, ഞാൻ നോക്കിക്കോളാം. പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് പറയാം. ഇങ്ങനെയുള്ള ജോക്കോ കാര്യങ്ങളോ എൻ്റെ അടുത്ത് പറയരുത്, എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ പുള്ളിക്കാരത്തെ ഒന്നും പറയണ്ടൊന്നുമില്ല. പുള്ളിക്കാരത്തി മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിച്ചു തരാം. ഇതിപ്പോൾ പിഷു ആയതുകൊണ്ട് UDF ആയതുകൊണ്ടും പ്രോബ്ലം ഇല്ല, എഡിറ്റഡ് ഓഡിയോ ആണെന്ന് പറയാം. ഏതെങ്കിലും BJP കാരനോ അല്ലെങ്കിൽ ദിലീപോ വല്ലതും ആയിരുന്നുവെങ്കിൽ കാണാമായിരുന്നു. സത്യമായിരുന്നു. ദിലീപ് എങ്ങാണോ ആയിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ കേരളം മറച്ചു വെച്ചാണ്. അയ്യോ ദിലീപ് അത് ചെയ്തു ഇത് ചെയ്യുന്നു. ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടും കുറേ ആൾക്കാരുടെ ചോർച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ദേ അടുത്ത പാലക്കാട് MLA നല്ല മൂത്ത പൂവനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഒരു റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ്ലി തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നിയത്. കാര്യം അമ്മ സംഘടനയിൽ നടക്കുന്ന ഇഷ്യൂ സോൾവ് ചെയ്യാൻ വന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് തന്നെ ഇങ്ങനെ ഒരു അനുഭവം കിട്ടുമെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിക്കും. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളല്ല നോക്കേണ്ടത്. നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങളാണ് നിങ്ങൾ പോയി നോക്കേണ്ടത്. വെറുതെ ഇതിനകത്തോട്ടൊക്കെ വന്ന് കയറി ഇപ്പം നാണ്ട ഇപ്പം മറ്റേ കോഴി എന്നുള്ളൊരു പേര് നിലവിൽ കിട്ടി. പാലക്കാടിൻ്റെ അഭിമാനം MLA, അവൻ്റെ ചിരി കേട്ടിട്ട് പേടി തോന്നുന്നു. കുറേ ഉണ്ട് കേട്ടോ. കോൺഗ്രസ് പണ്ടേ പെണ്ണും പണവും തന്നെയാണ് മുഖ്യം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് കമൻ്റ് ഇടുന്നത്. ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാമല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി ആയിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾക്ക് നേരെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള വോയിസുകൾ പുറത്ത് വിട്ട് പുള്ളി ഒരു എന്താ പറയണ്ട ഒരു പെണ്ണുപിടിയൻ എന്നുള്ള രീതിയിലോട്ടൊക്കെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മേ ബി മനസാവാച അറിയാതെ ആയിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. നല്ലൊരു ഫ്രണ്ടല്ലേ, ജസ്റ്റ് കോമഡി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത് പുള്ളി എന്തുമാത്രം എഫക്റ്റ് ചെയ്യും, പുള്ളിയുടെ ഫാമിലി എന്തുമാത്രം എഫക്റ്റ് ചെയ്യും, ഇതിനെപ്പറ്റി ഒരു മനുഷ്യർക്കും ഒരു ചിന്തയില്ല. കിട്ടിയ അവസരം മുതലെടുക്കാനായിട്ട് കുറേ ആൾക്കാർ പല പല പോസ്റ്റുകൾ ഇടുവാണ്. ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ. പൂവൻകോഴിയാണ്, കള്ളനാണ്, എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത്. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കാണിക്കാം. നമുക്ക് തന്നെ കണ്ടിട്ട് വല്ലായ്മ പോകുന്നത്. അൻസിബ എന്ന് പറയുന്നൊരു പെൺകുട്ടി അമ്മയിൽ നിന്ന് രാജിവെച്ചപ്പം തുടങ്ങിയ ഇഷ്യൂസാണ്. ഇതിനൊരു അന്തവും അവസാനവും ഇല്ലാതെ നിലവിൽ ഇത് പൊക്കൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ നാണ്ട എവിടെ വരെ ഈ ഒരു സാധനം ചെന്നെത്തി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ഒരു സംഘടന പിരിച്ചു വിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു സംഘടന. ഇതിനകത്ത് എന്താണ് നേട്ടം? ജനങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ചാരിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നു. പാവപ്പെട്ടവർക്ക് കുറേ പൈസ കിട്ടുന്നു എന്ന് പറയുന്നു. എന്ത് പാവപ്പെട്ടവർക്ക് പൈസ കിട്ടുന്നു? എനിക്ക് തോന്നുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് പല ആൾക്കാരുടെയും കയ്യിൽ നിന്ന് പ്രൊമോഷനും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ തെളിവും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒന്നും പറയാനില്ലാതെ വായും പൂട്ടി രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നു. ശ്വേതാ മേനോൻ ജയിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണോ ഇത്? ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് പുറത്ത് വിട്ടിട്ട് എന്താ നിങ്ങൾക്കൊക്കെ കിട്ടിയത്? അപ്പോൾ ഇവിടെ ആരാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ PR കാര്യങ്ങളും ഒക്കെ ഉള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ PR ഉള്ളത്? രമേശ് പിഷാരടി എന്ന് പറയുന്നൊരു വ്യക്തി ഇതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. രമേശ് പിഷാരടി ഈ ഒരു രണ്ട് സൈഡും കേട്ടിട്ട് പുള്ളി വളരെ എന്താ പറയണ്ടേ കാമായിട്ട് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ആ ഒരു ക്ലിപ്പ് വെച്ച് തരാം. അതായത് ആ വോയിസ് പുറത്ത് വന്നാൽ എനിക്ക് വളരെ വിഷമം ഉണ്ടെന്ന് രമേശ് പിഷാരടി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ 10-15 ദിവസമായില്ലേ, ഞങ്ങൾക്ക് ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് കിട്ടിയിട്ടില്ല, അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒന്നും ഓഫീസിന്റെ താക്കോലുകൾ കൈമാറിയിട്ടില്ല. എന്നിട്ട് പോലും ഞാൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ രണ്ട് പത്രസമ്മേളനമേ കൂടിയുള്ളൂ. അത് ഒന്ന് പത്രസമ്മേളനം കൂടിയതല്ല, ഞാൻ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടനം പാലക്കാട് കഴിഞ്ഞ് വരുമ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ ഇതൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ഇവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ചെയ്തത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന 10-32 വയസ്സായ സംഘടനയെ കോടതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു. അത് രമ്യതയിൽ പരിഹരിക്കണം. ഞാൻ സംസാരിക്കാമെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ശ്വേതയോട്, അൻസിബയോട്, ടിനിയോട്, അവരുടെ അഡ്വക്കേറ്റുമാരോട്, മല്ലിക ചേച്ചിയോട്, ലക്ഷ്മി പ്രിയയോട്, ഞാൻ ഇവരോടെല്ലാം മണിക്കൂർ കണക്കിന് സംസാരിച്ചു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ, ഈ ശ്വേതയോടായാലും ടിനി ടോമിനോടായാലും അൻസിബയോടായാലും മണിക്കൂറോളം പുള്ളി സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പുള്ളിയോടെ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറ്റത്തരമാണ്. അങ്ങനെ മണിക്കൂർ കണക്കിന് സംസാരിച്ചതിൽ ഒരു ഓഡിയോ ആണ് ഇന്ന് ലീക്ക് എന്നാണ് നിങ്ങളൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത്. ലീക്കല്ല, റിലീസാണ്. ലീക്കും റിലീസും വ്യത്യാസമുണ്ടല്ലോ. റിലീസാണ്. അതിന്റെ ഓഡിയോ ക്വാളിറ്റിയുടെ വ്യത്യാസം, എന്റെ ഫോൺ ടോണും ബാക്കി ലൈവ് ടോണും കേട്ടാൽ എവിടുന്ന ലീക്കായെന്നൊക്കെ
അല്ലെങ്കിൽ റിലീസായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എനിക്ക് വ്യക്തിപരമായി, ഞാൻ എന്റെ വ്യക്തിപരമല്ല ഈ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിലും വ്യക്തിപരമായി എനിക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന ഇനി ഉണ്ടാവുമായിരിക്കും, കാണുന്ന ഒരാളിൽ നിന്നും ആ ഓഡിയോ നമ്മളൊരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർത്താനം പറയുന്ന അനുരഞ്ജന സംസാരങ്ങളുടെ ഓഡിയോ പുറത്തു വിട്ടതിൽ എനിക്കൊരു പേഴ്സണൽ ഇഞ്ചുറി, ഒരു വേദന ഉണ്ട്. അതാണ് എനിക്ക് ആകെ ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലത് പറയണമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കിടക്കണം എന്നാണ്. കേട്ടല്ലോ, ഞാൻ നല്ലൊരു സുഹൃത്തെന്ന രീതിയിൽ കണ്ട ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ പുള്ളിക്ക് വളരെ വിഷമമുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ്. കാര്യം ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ആ മനുഷ്യൻ്റെ അടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ തെണ്ടിത്തരമാണ്. ആദ്യമേ ഇതിൻ്റെ കുറച്ച് പാർട്ടായിരുന്നു ഇറങ്ങിയത്, ഇപ്പോഴാണ് ഈ പിഷാരടിയുടെ ഈ ഒരു വോയിസ് പുറത്തിറങ്ങുന്നത്. അപ്പം മനഃപൂർവ്വം ഈ ഒരു സാധനം ചെയ്യുന്നതല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? പിഷാരടി ഒരു കോഴിയാണെന്നും പറഞ്ഞ് വീഴ്ത്തി തീർക്കാനായിട്ട് നോക്കുന്നോ? ഇതൊക്കെ ഒരാളുടെ കാരിയർ തന്നെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം നിങ്ങളോട് വളരെ പേഴ്സണലി സംസാരിച്ച ഒരു കാര്യം അതൊരിക്കലും ആരോടെയും ഷെയർ ചെയ്യുന്നത് അത്ര ശരിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ കാര്യമുള്ള കാര്യമാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. തിരിച്ച് ഇങ്ങോട്ട് വല്ല പണിയും കിട്ടുന്ന കാര്യമാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. പണി വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് വളരെ പേഴ്സണലി നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ ഭാര്യ എന്ത് ചിന്തിക്കും? അവരുടെ മക്കളിത് കാണുമ്പോൾ എന്ത് വിചാരിക്കും? ഭയങ്കര മോശമായി. ഇതുള്ള കാര്യം പറയാമല്ലോ. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.